അമ്മയോട് എന്തെങ്കിലും പറഞ്ഞു? പറഞ്ഞില്ല, പ്രവർത്തിച്ചു. നിനക്ക് ജന്മം നൽകിയ നിന്റെ അമ്മയെ നീ ചതിച്ചു. അമ്മ എന്തൊക്കെയാ പറയുന്നു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മനസ്സിലാവുന്ന ഭാഷ പറ അമ്മ. നിനക്കേ ഉള്ളൂ മനസ്സിലാകാത്തത്. എനിക്കെല്ലാം മനസ്സിലായി തുടങ്ങി. ഒരൽപ്പം വൈകി എന്നും മാത്രം. പറയടാ, ആരാ അവള്? ആ ചിന്നു ഈ വീട്ടിലെ വെറും ഒരു അടുക്കളക്കാരി. അവൾക്ക് വേണ്ടി ആശുപത്രിയിൽ ഇങ്ങനെ ഉറക്ക വിളച്ച് ഒരു ഭ്രാന്തനെ പോലെ നിൽക്കേണ്ട കാര്യം നിനക്ക് എന്തായിരുന്നു? അതിനും മാത്രം എന്ത് ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത്? ഞാൻ മാത്രമല്ലല്ലോ, ദക്ഷയും കുറച്ചു നേരം എന്നോട് ഉണ്ടായിരുന്നില്ലേ? ചിന്നു എന്റെ സ്റ്റുഡന്റ് അല്ലേ? എല്ലാ ബന്ധത്തിനും അപ്പുറമാണ് ഗുരുശിഷ്യ ബന്ധം. ഗുരുശിഷ്യ ബന്ധം അത് അങ്ങനെ തന്നെ ആയിരിക്കണം അവസാനം വരെ. ഈ നാട്ടിലെ ടിവിയിലും പത്രങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് നീയും ചിന്നുവും തമ്മിലുള്ള റോമിയോ ജൂലിയറ്റ് കഥകളാ. നാടകത്തിലെ റോമിയോ ജൂലിയറ്റ് ബന്ധം പോലെ നിങ്ങൾ തമ്മിൽ അനശ്വര പ്രേമമാണെന്നാണ് പത്രങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്. ആ വൃത്തികെട്ടവളുടെ കയ്യിൽ നിന്നും വിഷം അകത്ത് കയറി ഞാൻ ആശുപത്രി കിടന്നപ്പോ എനിക്ക് വേണ്ടി നീ ഇത്രയും ബഹളമൊന്നും കാണിച്ചില്ലല്ലോ. നീ അപ്പോഴും അവളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ പോലീസ് സ്റ്റേഷനില് അവളുടെ പിന്നാലെ നടക്കുകയായിരുന്നു. അന്ന് നിന്റെ ഉള്ളിലിരിപ്പ് ഞാൻ തിരിച്ചറിഞ്ഞില്ല. പക്ഷേ ഇന്ന് നിന്റെ ഭാവമാറ്റം, ആ പെണ്ണിനോടുള്ള നിന്റെ അനാവശ്യമായ അടുപ്പം, എല്ലാം എനിക്ക് മനസ്സിലായി. അതൊന്നും ഞാൻ അനുവദിച്ചു തരില്ല. നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. അമ്മ ചോദിച്ചത് കേട്ടില്ല മഹി, അതിന് നീ സമാധാനം പറഞ്ഞേ പറ്റൂ. നിന്റെ ഈ അഴിഞ്ഞാട്ടയോട് അനുഭവിച്ചു തരാൻ പറ്റില്ല. എന്റെ പെങ്ങളെ ചോദിച്ചിട്ട് മറുപടി പറയണം.